കൊറോണ എന്ന വില്ലൻ കാരണം അധികം ആർഭാടങ്ങളോ അലങ്കാരങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കുട്ടി ചടങ്ങായിരുന്നു കേട്ടോ ഞങ്ങളുടെ കല്യാണം. അതുകൊണ്ട് തന്നെ ഒരുപാട് കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് എല്ലാ അവസാന വഴിയിൽ കൊണ്ട് കളയേണ്ടി വന്നൊരു അവസ്ഥയായിരുന്നു ഞങ്ങളുടേത്. അത് കഴിഞ്ഞിട്ടുള്ള ജീവിതം ഇതുപോലെ തന്നെ ആയിരിക്കും എന്നാണ് ആദ്യം പേടിച്ചത്. പക്ഷേ ആ ഒരു സങ്കടത്തിനെല്ലാം അപ്പുറം എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിവാഹം ജീവിതം തുടങ്ങിയിട്ട് 4 വർഷം തികയാണ്. ശരിക്കും ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് ദുബായിൽ വന്നതിന് ശേഷമാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷത്തിന് ശേഷമാണ് അച്ഛൻ എന്നെ ഇവിടെ ദുബായിൽ കൊണ്ടുവരുന്നത്. കാരണം ഞങ്ങളുടെ 2 പേരും തീരുമാനമാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് മാത്രമേ നിൽക്കത്തുള്ളൂ എന്നുള്ളത്. അതിന് ആ ഒരു ദൃഢനിശ്ചയം ഉള്ളത് കൊണ്ട് മാത്രമാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ കൊണ്ടുവന്നതും നമ്മുടെ ജോലിയായി സെറ്റിലായതും ഒക്കെ. അതിന് ശേഷമാണ് ഞങ്ങൾ ശരിക്കും ജീവിച്ചു തുടങ്ങിയത്. ഞങ്ങൾ 2 പേരും മാത്രമുള്ള ഒരു ലോകമായതുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം മനസ്സിലാക്കാനാണെങ്കിലും അറിയാനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പറ്റുന്നുണ്ട്. ലൈഫിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്ത് ആഗ്രഹം പറഞ്ഞാലും എൻ്റെ കൂടെ നിന്ന് നടത്തിരുന്ന ഒരാളാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണറെ കിട്ടുന്ന പറഞ്ഞാണ് നമുക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം കല്യാണം പറ്റിയ സിനിമയിൽ പറഞ്ഞ പോലെ നന്ദിയുണ്ട് കർത്താവേ ഇങ്ങനെ എനിക്ക്